ഹായ് ഗൈസ്. സോ നമ്മൾ ഇന്നൊരു ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുന്ന ലൈവ് ട്രൂ ചാലഞ്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അക്ഷയ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞു. ആ സാധനം ഒന്ന് എടുത്ത് പൊക്കിയിട്ട് താഴെ വെക്കും, ഇടിച്ചൊന്ന് കേൾപ്പിക്കിട്ട്. അതെന്താന്ന് എന്റെ കയ്യിലുള്ളത് ഒരു പെന്നാണ്. ഓക്കെ, ഇത് മിൽക്ക. അയ്യോ, ഓക്കെ. അതൊന്നെടുത്ത് ടേബിളിൽ ഒന്ന് ഇത് ചെയ്യും, സൗണ്ട് ഉണ്ടാക്കുക, ഇടിച്ച്. ഒന്നുകൂടെ ഒറ്റ സൗണ്ട് പറ്റത്തില്ല, രണ്ട് സൗണ്ട്. ഒന്നുകൂടെ. ഓക്കെ, എനിക്ക് ചോദിക്കാം. ജസ്റ്റ് പെൻ കുറച്ച് ഹൈറ്റ് ചെയ്യുന്ന താഴോട്ട് ഇടുവോ? എത്ര ഹൈറ്റ് വേണം? ഒരു മിനിമം ഹൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒന്നുകൂടെയാണോ? ഓക്കെ. ഒരു ഗ്ലാസ്സിലെ പാലൊന്നും ഒഴിക്കോ? ഒരു ഗ്ലാസ് എടുത്തെടുക്കും എന്തെങ്കിലും. ഗ്ലാസ് ഇല്ലല്ലോ, അപ്പൊ പാൽ ഒഴിക്കാനൊന്നും പറ്റില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് ഇത് കുടിക്കാൻ പറ്റുമോ? പാല് കുടിക്കാൻ അത് ഓപ്പൺ ചെയ്യും. പാൽ പോയില്ലേ? അതെങ്ങനെ പോവും? ചരിഞ്ഞിരിക്കുന്ന പാലല്ല. ചരിഞ്ഞിരിക്കുന്ന പാലാ? എന്നാ ഞാൻ ഓപ്പൺ ചെയ്ത് കളി. ഓപ്പൺ ചെയ്യും. പുതിയ പാലല്ലേ, പൊട്ടിക്ക്. എന്താ രഹസ്യമായിട്ട് പൊട്ടിക്കുന്നത്? ആ പാലിന് സൗണ്ട് ഓ, ഇവിടെ ഇരിക്കുന്ന പാലിനൊക്കെ തുറക്കുമ്പോ സൗണ്ട് ഉണ്ടല്ലോ. ആ, അതിന് സ്റ്റിക്കർ വെച്ചൂര്. ഇത് പഴയ പാലാണ്. ഊരിയാ? ആ ഊരി. ആ ഓക്കെ, തനിക്ക് കഴിക്കാം. ഒന്ന് സ്ക്രാച്ച് ചെയ്യോ ടേബിളില്? മീൻസ് ക്യാപ്പ് ഊരിയതാ, ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇടുവോ? ഓക്കെ. ക്യാപ്പ് ഊരി സെപ്പറേറ്റ് ആയിട്ട് ഇടണം. ക്യാപ്പ് ഊരിട്ടിട്ട് ക്യാപ്പ് ഇടണം, പെന്നും ഇടണം. കാപ്പൂരി ക്യാപ്പ് പെൻ. ഓക്കെ, ഒന്ന് കുലുക്കോ? പാല് ഇങ്ങനെ തിളക്കിയത് കുലുങ്ങുന്ന എനിക്ക് കേൾക്കണം. അമ്മാതിരി കുലുക്കായിരിക്കണം. അതെന്താ കുലുക്കുമ്പോ പാലില്ലേ? ചിലപ്പോ പുതിയ പാലാന്ന്. ആ പുതിയ പാലാന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്രയല്ലേ ഓ, കുരുങ്ങുള്ളൂ. ഒന്നോടെ ഞാൻ കേട്ടില്ല. ഒരു സൗണ്ട് നിനക്ക് കേൾക്കുന്നില്ലേ? ഇത് കൂടുതൽ കുരുക്കാൻ കേക്ക്. എനിക്ക് കഴിക്കാം. പെണ്ണിന്റെ റീഫിലർ സെപ്പറേറ്റ് ചെയ്യോ? ഓക്കെ, എന്നിട്ട് റീഫിലർ ഇടണം. ഓക്കെ. ഏത് റീഫിൽ മാത്രം ഇട്ടാ മതിയോ? അതെല്ലാം ഇടണോ? എല്ലാം ഇടണം. ഒരേ സാധനം അല്ലല്ല, എന്തെങ്കിലും മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ഉള്ളത് എനിക്ക് ഇത് ഊരുമ്പോ മനസ്സിലായിക്കോളൂ ശബ്ദം കേൾക്കുന്നത്. ഇട്ട്. ഓക്കെ, ഇതെനിക്ക് ചോദിക്കാം. ഈ പാല് കുടിക്കാൻ പറ്റത്തില്ല, ഉറപ്പാണോ? പാല് ചരിച്ചു കുടിക്കുമ്പോ കാണൂലേ? ഈ പാലിനകത്ത് എന്താ ചോദിക്കണ്ടേ? ആ, പാലിന്റെ ആ കവറിന്റെ ഫ്രണ്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? അയില് ലാഭത്തിന് ബാക്കി വായില് അതിന്റെ കണ്ടന്റ്, എത്ര ശതമാനം ഫാറ്റ് വായില്. എനിക്കിവിടെ ഇരിക്കുന്നത് നീ അറിഞ്ഞ ഞാൻ പാലിന്റെ ഫാറ്റ് അറിയാതെ. 3.2% പേര് ലാപ്റ്റേ, 15% എന്തോന്ന് ഫാറ്റ്. ഫാറ്റോ? 3.2% 3.2% എന്താ മിൽക്ക് കണ്ടന്റ് ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ. പിന്നെ താഴോട്ട് പിന്നെ കുറച്ചെല്ലാം ബ്രഷ് ബാക്കിൽ ഇത് നോക്കിയേ, ന്യൂട്രിയൻ വാല്യൂ അതുമല്ലോ. ടോട്ടൽ ഫാറ്റ് ഇത്രയും ഫാറ്റുള്ള പാല് തിരിച്ചടച്ചേക്കുന്നത്. തിരിയും. ടോട്ടൽ ഫാറ്റ് 35%, സോഡിയം 11%, ഡയറ്ററി ഫൈബർ 0%, ടോട്ടൽ ഷുഗർ. താഴെ ബാർകോഡിന്റെ മുകളിൽ എക്സ്പയറി ഡേറ്റ്. എക്സ്പയറി ഡേറ്റ് വെയിറ്റ് ഒരു മിനിറ്റ്. ബാർകോഡിന്റെ എവിടെയാണ് എക്സ്പയറി ഡേറ്റ്? എന്റെ അടുത്ത് ചോദിക്കുന്നത് അല്ല, എക്സ്പയറി ഡേറ്റ് എവിടെ കാണുന്നതോടെ പറയാൻ എക്സ്പയറി ഡേറ്റ്. ഇതിപ്പോ 5 ക്വസ്റ്റ്യൻ ആയിട്ടാ. എന്റെ കയ്യിൽ 20 ചോദിക്കാൻ കിട്ടും.
എക്സ്പയറി ഡേറ്റ് കൂടെ പറഞ്ഞിട്ട് കഴിഞ്ഞു. എക്സ്പയറി 15. 15. അയ്യോ അത് എക്സ്പയറി ഡേറ്റിൽ ഉണ്ട്. ഇത്ര സമയോ എക്സ്പയറി ഡേറ്റ്? പിന്നെ എക്സ്പയറി ഡേറ്റ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. ഇത് അസാധു വെക്കൂ. എക്സ്പയറി ഡേറ്റ് 08/04/2026. ഓക്കെ. ലാസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. എനിക്ക് എന്തെങ്കിലും ചോദിക്കണം? എന്റെ പേനിൽ എന്തോ എഴുതിയേക്കുന്നത്? ഏത് പേന? ടെക്നോട്ടിപ്പ്. ഏത് കളർ? ബ്ലൂ. 15 ദിവസമായി. ഇനി ചൂത്തണ്ട ലയ്യാണ് ലയ്യ ലയ്യ അത് ലയ്യ എല്ലാം ആൾക്കാർക്കും മനസ്സിലാവും. പക്ഷെ എന്തൊക്കെ അച്ഛനെ തെറ്റിപ്പോയി. എന്തുകൊണ്ട് ഇത് പേന തന്നെ അല്ലാതെ ഞാൻ പറയുന്നു. റീഫിലർ റീഫിലും ഇതിലും ഒരേ സൗണ്ട്. റീഫിലിന് സൗണ്ട് ലെസ് ആയിരുന്നു. സൗണ്ട് ഒരേ സൗണ്ട് ആയിരുന്നു. എന്ത് മൂന്നും ഒരേ സൗണ്ട് ഇല്ല. സത്യം ഞാൻ പറഞ്ഞത് എന്തോ സൗണ്ട്. എന്തോ സാരത്തിന് വെള്ളം അല്ലാതെ അല്ല. എന്ത് രസോ ജ്യൂസ് രണ്ട് സാധനം കാണിക്ക്. എന്നെ സന്ധ്യ എസ് എന്താണ് എന്നെ അറിയുന്നെന്തായിരിക്കും എസ്. ഞാൻ ഇത്രയ്ക്ക് ക്യാപ്പ് പോയി എന്നിട്ട് താൻ എല്ലാം പറയണമെങ്കിൽ വാലിൻ പോയിന്റ് വേണം. ആ ഫ്രണ്ട്സിനെന്താ എന്തുണ്ട് ജ്യൂസ് പൈനാപ്പിൾ ക്യാനാ തന്റെ ഇത്? പെണ്ണല്ല എന്തായാലും എന്നിട്ട് കാണിച്ച് എനിക്ക് ആപ്പുള്ളത് താനെ തുടങ്ങി. താൻ കഴിഞ്ഞിട്ട് ഒരു സബദ്ധം പറ്റിയതൊന്നും ബ്രോക്കണായി എന്ത് ജ്യൂസ് ഞാൻ പറഞ്ഞ ജ്യൂസാണ്. ഞാൻ പറഞ്ഞ ജ്യൂസാണ്. രണ്ടത് കറക്റ്റ് ആയിട്ടുള്ളത് എന്തെല്ലാം എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട് ഗൈസ്. എന്റെ സൗണ്ട് ഇതല്ല എന്റെ റിയൽ സൗണ്ട്. എന്റെ ത്രോട്ട് അടിച്ചു പോയിരിക്കുകയാണ്. ഇതിന് മനോഹരമായ സൗണ്ട് ഇപ്പൊ ഒരുമാതിരി വൃത്തിയുടെ സൗണ്ട് ക്ഷമിക്കുക. ഓക്കെ തുടങ്ങാം. എനിക്ക് പ്രത്യേകിച്ച് ഡിസ്ക്ലൈമർ ഒന്നുമില്ല. ആദ്യം നീ തുടങ്ങും. ഓക്കെ. എന്റെ കയ്യിലുള്ളതൊരു തബിയാണ്. എന്റെ കയ്യിലുള്ളത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷർ നോക്കാൻ പാടില്ല. അടുക്കള ഓക്കെ. ഞാനാണോ ചോദിക്കുന്നത്? ഓക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ഹൈറ്റിൽ നിന്ന് താഴെട്ടോ സൗണ്ട് കേൾക്കാൻ. എത്ര ഓക്കെ. അടുത്ത എവിടെ തെറ്റണം? തല തെറ്റണം, വാല് തെറ്റണം. ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതോ? തവി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കോരുന്ന സാധനമാണല്ലേ? തവി. ഓക്കെ. എവിടെ തട്ടണം? എവിടെ വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള തട്ടം. ഓക്കെ. തട്ട്. ഓക്കെ. ഇത് സ്റ്റീൽ തവിയാണോ? സ്റ്റീൽ തവിയാണെന്ന് വെച്ചാൽ തവിയാ. അതൊന്നും പറയത്തില്ല. ഓക്കെ. എന്നോട് ചോദിക്കാം. ഓക്കെ. ഇതിന്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത ക്യാപ്പ്. ഷാബു പാട്ട് തന്നെയാണോ ദൈവമേ? ഓക്കെ ചേച്ചോ. ഇനി അതിങ്ങനെ നല്ലോണം ഒരച്ചെടുത്തിങ്ങനെ മീൻസ് തട്ടാതിങ്ങനെ തവിയുടെ തല വെച്ചിങ്ങനെ ഒരച്ചിങ്ങനെ കോരി എടുക്കുന്ന പോലെ താഴെ തട്ടിച്ച് കോരി ഇങ്ങനെ എടുത്ത നീ കോരി എടുക്കണോ? ഇതൊക്കെ പറ്റത്തുള്ളൂ. കേട്ടല്ല ഡിഷ് വാഷർ ഒന്ന് മണപ്പിച്ചിട്ട് മണമെന്ന് പറയും. മണം ലെമണിന്റെ മണം. അതിനിടയ്ക്ക് മണത്താ? അത് ഞാൻ ഇപ്പൊ തുറന്നു വെച്ചിരുന്നേ. മഞ്ഞ കളറാണോ? മഞ്ഞ കളർ. ഓക്കെ. എന്റെ അടുത്ത് ചോദിച്ചോ. എന്താ ചോദിക്കുന്നത്? തവിനെ നിന്നെ അടിച്ച് എവിടെ അടിക്കണം? അതിന്റെ തലയിലടി കയ്യിലടിക്കണോ? ഓക്കെ. അടി 3 അടി അടിച്ചു. നിങ്ങളൊക്കെ എനിക്ക് ഒരു തന്നെ ചെയ്യത്തോളൂ. കേട്ടല്ലോ. ഈ ഡിഷ് വാഷർ ഇങ്ങനെ ഞെക്കി കുമ്പളരിക്കാൻ പറ്റുമോ? ആ പിന്നെ ആ ഡിഷ് വാഷറിൽ കുമ്പള വരും. കുമ്പള വരുത്തതൊക്കെ അതിപ്പം ചില സമയത്ത് എടുത്തോളൂ. ഇപ്പൊ എപ്പോഴും കുമ്പളൊക്കെ വരുമോ? എന്നൊരു കാര്യം കുമ്പള വരും. വേണ്ട 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 കുമ്പളയൊന്നും വേണ്ടെന്നാ. അതിന്റെ ഫ്രണ്ട് എന്ത് എഴുതിയേക്കുന്ന വയല് അതിന്റെ ഫ്രണ്ട് എഴുതിയിരിക്കുന്ന ഫെയറിന്ന്. ഫെയറി പിന്നെ
താഴെ നിനക്ക് പ്രാന്താളാ പന്നി. ഫെയറി ഡിഷ് വാഷർ മറ്റേ ഇതിന്റെ എന്ത്? വായിക്കട്ടെ നിക്ക്. ഇത് എന്തൊരു കഷ്ടം. ഫെയറി നീ വായിച്ചില്ലേ? ബാക്കി താഴെ വായിക്കാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. റെഡ് കളറിനകത്ത് ഫെയറി ബാക്കില് ഇത് എഴുത്. എന്താ അതിനെ മാനുഫാക്ചർ ചെയ്ത ഡേറ്റ്? മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് 2024. മെയ്ഡിന് എവിടാ? മെയ്ഡ് ഇൻ ഇവിടെ മോൾഡോവ. ഫേറിയോ? ഇവിടുത്തെ മോൾഡോവയിലെ വേറെ, പിന്നെ ഇയാൾക്ക് സൗദിയിൽ മാത്രമേ പേര് ഉണ്ടാകത്തുള്ളൂ. ഫേറി എന്ന് വെച്ചാൽ വൈറ്റ് ബോട്ടിൽ അല്ലേ? ഫെയറി എന്ന് പറയുന്നത് ഡിഷ് വാഷ് ചെയ്യുന്ന സാധനം. നോർമലി ബ്രാൻഡ് ആണോ ഫേറി? ബ്രാൻഡ് ഫേറിയോ? ഉറപ്പാണോ? അതിന് ആ കുപ്പിക്കകത്താണ്, ഫെയറി കുപ്പിക്കകത്താണ്. മാനുഫാക്ചർ ഡേറ്റ് പറഞ്ഞില്ല. അതിനകത്ത് കിടക്കുന്നത് 2024. 24? എന്ന് എക്സ്പയറി ആവുന്നുണ്ടോ? എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ല, അതൊക്കെ മാഞ്ഞു പോയി. കണ്ടെന്താ? വേണം, അതൊക്കെ മാഞ്ഞു പോയി, കുറെ നാളായതായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് മാഞ്ഞിട്ടില്ലല്ലോ. എടി അതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നത് ഇത് മാത്രമേ. ചോദിച്ചോ. നീ താഴെ നന്നായിട്ട് വരച്ചത് കുറെ നേരം ഞാൻ പിന്നെ ഇത് വെച്ചാൽ എന്ത് ചെയ്ത് തവി വെച്ച് തലക്കടിക്കാൻ പറയാൻ പറ്റൂ. സ്ക്രാച്ച് ചെയ്യുന്നു. സ്ക്രാച്ച് ചെയ്യുന്നു. തവി വരച്ചു. അത് മീൻസ് നീ എന്നോട് ചോദിക്കും, നീ വരച്ചല്ല. ഫേറി കുറച്ച് കയ്യിലൊഴിക്കോ? എനിക്ക് എന്തിടി അല്ലല്ലേ ഞാൻ നോക്കട്ടെ. വെച്ചിട്ട് കാണിക്കണം. കൺസിസ്റ്റൻസി ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഞെക്കി നല്ലോണം തുഴച്ച്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വലിയ തവിയാണോ, ചെറിയ തവിയാണോ, വലിയ തവിയാണോ? അത് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഫീൽ ടച്ച് ആൻഡ് സീ വരെ ഉള്ളൂ. സീ നോ സീ, ഫീൽ ടച്ച് ഹിയർ. ഓ, എനിക്ക് തോന്നണല്ലേ ഇത്. അല്ല, ഉത്തരം പറഞ്ഞെടുക്കാവോ? വലുതാണ് ചെറുതാ? ഒരു മീഡിയം സൈസ് തവിയ. മീഡിയം സൈസ് തവി ഇവിടുത്തെ. ഇവിടെ ഉള്ളതിന് മീഡിയം സൈസ് തവിയ. ലോകത്തിലെ മീഡിയം സൈസ് നമ്മുടെ വീട്ടിലുള്ള തവികളിൽ മീഡിയം സൈസ് മീഡിയം സൈസ് തവിയ ആണേ. ഭാരങ്ങോട്ട് മണമൊന്നും വരുന്നില്ലല്ലോ. ലിക്വിഡ് ആയിട്ട് ഫേറിക്കൊന്നും മണമില്ലാത്തത്. എന്തൊരു കഷ്ടം ഇത്. ഒരു ലോക്കലായി ഇപ്പൊ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഫെയറി അല്ല ഒറിജിനൽ. എനിക്ക് വരുന്നുണ്ട്. നിന്റെ പനിയാണ് ഗൈസ്, അതായിരിക്കും. സോറി. ഇനി ഞാൻ അതിനകത്ത് ഒന്ന് ഉരുട്ടുവോ? ഉരുട്ടാനാ? ഒന്ന് ഉരുട്ട് ടേബിളില്. എന്തിനു ചെയ്യ്? ഉരുട്ടി അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാ. അക്ഷയ ഫുൾ ഉടായിപ്പാണ് ഗൈസ്. ഓട്ടേ കൂടെ നോക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ തോലുണ്ടെങ്കിൽ ഞാൻ കളിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് തുറക്കണ്ട. ഓക്കെ, കഴിഞ്ഞു ഗൈസ്. ട്രൂത്ത് ഓർ ലൈ? അവരുടെ ഷാമ്പു എന്താ? ഫെയറി ഒന്നുമില്ല. അക്ഷയുടേത് അത് തവിയാന്ന് തോന്നുന്നു, മറ്റേ പ്ലാസ്റ്റിക് തവി. അപ്പൊ എന്റെ ട്രൂത്ത് ആണോ ലൈ ആണോ? അത് ലയ്യ. എന്താന്നൂടെ പറയണം. ലൈ ആണെങ്കിൽ ചുമ്മാ ഒരു ലൈ. അത് ഇവിടെ ഇരിക്കുന്ന മറ്റേ പ്ലാസ്റ്റിക്കിന്റെ വലിയ സാധനം. അത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ തവ, മറ്റേ ഇത് അപ്പം തിരിച്ചിരുന്ന സാധനം. അത് തവിയല്ലേ? തവി അതല്ല, തവി വരുന്നതാ. അല്ല തവയോ? തവാത് തിരിച്ചിടുന്ന ചട്ടകമാണത്. ചട്ടകം തവിയില്ലേ? അല്ല അല്ല അല്ല, ചട്ടകത്തിന് തവിയിൽ വിളിക്കുന്നത് തവി വേറെ തവിതല്ലേ? അല്ല, ചട്ടകം വരുന്നത് തവി തമൂരി കോരി എടുക്കുന്ന സാധനം തവി എന്ന് പറയുന്നത്. താഴെ അതിന് അതാണ് തവി. നിന്റത് എനിക്ക് തോന്നുന്നു ഇവിടെ ട്രൂത്താ. ട്രൂത്ത് ആണ്. അയ്യോ ലൈയാ. ട്രൂത്ത്. എന്താ തന്നത്? ഇതിന്റെ ചട്ടകം എന്തിന്റെ കാട്ടിട്ട് എന്താന്ന് വേഗം പറഞ്ഞത്. ഞാൻ എനിക്ക് തോന്നുന്നില്ല ലൈ ആണെന്ന് പറഞ്ഞു. ലൈ ലൈ നോട്ട് ഫാൻ. എന്നാ പിന്നെ ഇതിനെ അരിപ്പേര് വിളിക്കുന്നത് തവിന് വിളിച്ചാൽ പോരായിരുന്നു. തവി തവി എല്ലാം ഇങ്ങനെ തിരിച്ചിടാൻ മറിച്ചിടുന്ന തവിയാ. ഇതിന് പർപ്പസ് അങ്ങനല്ല, ഇത് അരിക്കാൻ മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ തവി വെച്ചാലോ ചപ്പാത്തി തിരിച്ചിടുന്നു? അത് തവി ഞാൻ നമ്മളവിടെ തവിയെ തവിയെ ചപ്പാത്തി തിരിച്ചതായി. നീ തീർന്നടാ, നീ തീർന്നു. കത്രിക. എന്റെ കയ്യില്
ഫോൾഡഡ് ഫോയിൽ പേപ്പർ. ഫോൾഡ് ചെയ്ത് ഫോയിൽ പേപ്പറോ? ഓക്കെ, ഞാൻ ചോദിക്കണ്ടേ? ആ നീ ചോദിക്കാം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. കത്രിക ജസ്റ്റ് മുറിക്കുന്ന സൗണ്ട് ഉണ്ടാക്കിക്കോ. അതിപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കത്രിക 2 സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എന്തോ ഓക്കെ. ഇങ്ങനെ തൊട്ട് ശബ്ദം ഉണ്ടാക്കിയേ. ഇങ്ങനെ എന്നോട് ചോദിക്കേ. കത്രിക ജസ്റ്റ് ഹൈറ്റ് ചെയ്ത് താഴോട്ടിട്ടെ. ഞാൻ കൈ പോയിട്ടെ ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. മറ്റേ ബീറ്റർ ഇല്ലേ, മറ്റേ കേക്ക് ബീറ്റ് ചെയ്യുന്ന ആ സാധനം എടുത്ത് നിൽക്കുമല്ലോ, ഉറപ്പാത്. ഭയങ്കരം തന്നെ. അതിങ്ങനെ നല്ലോണം ഉരയ്ക്കാൻ പറ്റും. താഴെ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ നല്ലോണം ഉരച്ചേപ്പിക്കോ. ഒരിക്കാൻ പക്ഷെ ഈ പെയിന്റ് പോകൂലേ? ജസ്റ്റ് എന്തെങ്കിലും കയ്യിൽ ഉരച്ചാ മതി. അന്ന് കയ്യിൽ ഉരയ്ക്കും. ആ ഇനി എന്നോട് ഇരിക്കും. ചുരുട്ടാൻ പറ്റുമോ അത്? ചുരുട്ട്. ഓക്കെ. ആ ഇത് എന്നോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? കത്രികയുടെ ഹോളിൽ കൈയിട്ടൊന്ന് കറക്കി. അതൊക്കെ അത് പാടാടി. എടി അത് ശ്രമിക്കുന്നേ. അത് പാടാണ്. കൈ കുടുങ്ങിയിരിക്കല്ലേ? കൊടുക്കത്തില്ല. എടാ വാക്കത്തെടുത്ത് വീശടാ. ലാസ്റ്റ് നിന്റെ ക്വസ്റ്റ്യൻ. എന്റെ ക്വസ്റ്റ്യൻ അത് നല്ലോണം ചുറ്റിട്ട് നിന്റെ കയ്യിലിട്ടെന്ന് വരച്ചേ. അല്ലാതെ എന്ത് ചെയ്യാനാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. നീ കഴിഞ്ഞില്ലേ? അതിലയ്യ അതൊക്കെ കാണിച്ചോ ബീറ്റായിരുന്നേ. അത് എനിക്ക് തോന്നുന്നു ആ പോയി പേപ്പറിന്റെ കവർ ഒരുക്കൊണ്ടങ്ങോട്ട് വന്നത് അവള്. അതിന്റെ കയറ്റി വെക്കുന്ന സാധനം എന്തൊക്കെയായിരുന്നു എല്ലാം ചുറ്റിപ്പോയി. ആക്കിയിട്ടുണ്ട് സ്ലോയിലാക്കി അതിലൊരു ശബ്ദം മറ്റേത് Okay guys, signing off. Bye bye.